ഇംഗ്ലണ്ടിലെ എപ്വർത്തിൽ 1703 ജൂൺ മാസം 28 ജോൺ വെസ്ലി ജനിച്ചത്. സാമുവേൽ വെസ്ലിയുടെയും സൂസന്ന വെസ്ലിയുടെയും 15ാമത്തെ മകനായിരുന്നു ജോൺ വെസ്ലി. കടുത്ത യാതനകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു അത്. സൂസന്ന 19 കുട്ടികൾക്ക് ജന്മം നൽകിയെങ്കിലും അതിൽ 9 കുട്ടികൾ മാത്രമേ ബാല്യകാലം കഴിഞ്ഞ് ജീവിച്ചിരുന്നുള്ളൂ. ആ പ്രതികൂലങ്ങളിലും ആത്മീകമായി ഉന്നതിയിൽ നിന്നിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് അവർക്ക് ഉണ്ടായത്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയോടുകൂടി വളർത്തിയെടുക്കുവാൻ വെസ്ലി കുടുംബത്തിന് സാധിച്ചു എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായി നാം ഓർക്കേണ്ടതാണ്. ഓരോ കുട്ടിയും 5 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അവരെ ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകൾ അഭ്യസിപ്പിക്കുകയും വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ കാണാതെ പഠിപ്പിക്കുകയും ചെയ്യുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഓരോ ദിവസവും മനപ്പാഠ വാക്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാതെ മക്കൾക്ക് ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല. ഓരോ കുട്ടിക്ക് വേണ്ടിയും പ്രത്യേകം സമയം വേർതിരിച്ച് സൂസന്ന വെസ്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ കിച്ചൺ പ്രേയേഴ്സ് എന്ന പ്രാർത്ഥന വളരെ പ്രശസ്തമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും എന്ന തിരുവചനം പോലെ തലമുറയ്ക്കു വേണ്ടി കണ്ണുനീരോടെ വിതച്ച അവർ ആർപ്പോടുകൂടി കൊയ്യുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ പിന്നെ നാം കാണുന്നത്. ജോൺ വെസ്ലിക്ക് 5 വയസ്സുള്ളപ്പോൾ അവരുടെ വീടിന് തീപിടിച്ചു. വീടിനുള്ളിൽ അകപ്പെട്ട വെസ്ലിയെ വളരെ പണിപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത്. ഇത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രചോദനത്തിന് കാരണമായതായി കണക്കാക്കപ്പെടുന്നു. തുടർന്ന് 1720 ഓക്സ്ഫോർഡ് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ബിരുദവും 1724 മാസ്റ്റേഴ്സും പൂർത്തിയാക്കിയ ജോൺ വെസ്ലി 1725 ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ശുശ്രൂഷകനായി സേവനം ആരംഭിച്ചു. അതേ തുടർന്ന് ഓക്സ്ഫോർഡ് ലിങ്കൻ കോളേജിൽ ഒരു അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നീട് തൻ്റെ പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം സ്വദേശത്തേക്ക് മടങ്ങി വരികയും അവിടെയുള്ള ആലയത്തിലെ ഒരു ശുശ്രൂഷകനായി ദൈവവേല ചെയ്യുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ ആന്തരിക വിശുദ്ധിയെക്കുറിച്ചുള്ള വലിയ ഒരു അവബോധം അദ്ദേഹത്തിന് ഉണ്ടായി. ഇതേ കാലഘട്ടത്തിലാണ് ജോൺ വെസ്ലിയുടെ സഹോദരനായ ചാൾസ് വെസ്ലി ഓക്സ്ഫോർഡ് ക്രൈസ്റ്റ് കോളേജിൽ ഹോളി ക്ലബ്ബ് എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ ശൃംഖല ആരംഭിക്കുന്നത്. പിന്നീട് ജോൺ വെസ്ലി ഇതേ കോളേജിൽ തിരിച്ചു വരികയും ഈ ക്ലബിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ദിവസേന 6 മണി മുതൽ 9 മണി വരെ പ്രാർത്ഥനയ്ക്കായിട്ടും വേദപഠനത്തിനായിട്ടും സമയം വേർതിരിച്ച ഈ ക്ലബ്ബ് എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ 1730 മുതൽ വിവിധ ജയിലുകൾ സന്ദർശിക്കുകയും ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകളോട് സുവിശേഷം പങ്കുവയ്ക്കുകയും ചെയ്തു തുടങ്ങി. 1735 ജോർജിയയിലെ സാവന്നയിൽ പുതുതായി സ്ഥാപിക്കപ്പെട്ട ആലയത്തിൻ്റെ ശുശ്രൂഷകനായി വെസ്ലി നിയമിതനായി. ജോർജിയയിലേക്കുള്ള കപ്പൽ യാത്രയിൽ വലിയ തിരകളാൽ കപ്പൽ അകപ്പെട്ട് തകരുമെന്ന് തോന്നിയ സാഹചര്യത്തിൽ വെസ്ലിയും കൂട്ടരും നിലവിളിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പ്രത്യേക സംഭവം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടുന്നത്. അതേ കപ്പലിൽ ഉണ്ടായിരുന്ന മൊറോവിയൻ മിഷണറിമാർ വളരെ സമചിത്തതയോടുകൂടി പാടി ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ആ സമയത്താണ് തൻ്റെ അവിശ്വാസത്തെ താൻ തിരിച്ചറിഞ്ഞത്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ എങ്ങനെ വളരെ ശാന്തതയോടുകൂടി ആയിരിക്കുവാൻ ഈ മൊറോവിയൻ മിഷണറിമാർക്ക് കഴിയുന്നു എന്ന കാര്യം അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. മരണത്തെ മുഖാമുഖമായി കാണുമ്പോഴും
വളരെ ശാന്തതയോടുകൂടി ആയിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്ന് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിന് കാരണമായി തീർന്നു. ജോർജിയയിലെ പ്രവർത്തനങ്ങൾ കൂടുതലായും ആലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. 1737 ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം മൊറോബിയൻ മിഷണറിമാരുമായി കൂടുതൽ അടുത്തു. ഈ സംസർഗമാണ് ആത്മീക ഉണർവിൻ്റെ പുതിയ ഒരു വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നു കൊടുത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് ജർമ്മനിയിൽ പോയി മടങ്ങിയെത്തിയ ജോൺ വെസ്ലിക്ക് മുമ്പിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി ആത്മീക ഉണർവിൻ്റെ പ്രസംഗങ്ങൾ, പ്രവർത്തനങ്ങൾ അത് പാരമ്പര്യവാദികൾക്ക് ഒട്ടും സ്വീകാര്യമല്ലായിരുന്നു. വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലഘട്ടമായിരുന്നതിനാൽ വലിയ വലിയ കമ്പനികളിലും ഫാക്ടറികളിലും ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്യുവാൻ എത്തിയിരുന്നു. അവർ മടങ്ങിപ്പോകുന്ന സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ നിന്നും ജോൺ വെസ്ലി ശക്തമായ പ്രസംഗങ്ങൾ നടത്തി. ഇത് അനേകർക്ക് മാനസാന്തരത്തിനും രൂപാന്തരത്തിനും കാരണമായി തീർന്നു. ആലയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചപ്പോൾ അദ്ദേഹം തുറസായ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചു. ദീർഘമായ 15 വർഷങ്ങളാണ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം തുടർന്നത്. ഈ 15 വർഷങ്ങളുടെ ഇടയിൽ ഒരാലയവും അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുത്തില്ല എന്നതാണ് ചരിത്ര സത്യം. തൻ്റെ പിതാവിൻ്റെ ശവകുടീരം പോലും അദ്ദേഹം പുൾപിറ്റാക്കി മാറ്റി എന്ന് ചരിത്രം പറയുന്നു. ആയിരക്കണക്കിന് ആളുകൾ തൻ്റെ പ്രസംഗം കേട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചവർ വീണ്ടും തെറ്റുകളിലേക്കോ ദുരുപദേശങ്ങളിലേക്കോ വീണു പോകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതുകൊണ്ടാണ് മെത്തഡിസ്റ്റ് സൊസൈറ്റി എന്ന ക്രിസ്തീയ സംഘടന അദ്ദേഹം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്. വെസ്ലിയെയും മെത്തഡിസ്റ്റ് മൂവ്മെൻറ്റിനെയും തടയാൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് കത്തുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ പ്രതികൂലങ്ങളുടെ ഇടയിലും വെസ്ലി തൻ്റെ പ്രവർത്തനങ്ങൾ ഒരു മുടക്കവും കൂടാതെ തുടർന്നു. സാമാന്യ ജനത്തിൻ്റെ മാനസാന്തരത്തിനോ രക്ഷയ്ക്കോ വേണ്ടിയുള്ളതൊന്നും സഭ ചെയ്യുന്നില്ല എന്ന ബോധ്യം വെസ്ലിക്കുണ്ടായിരുന്നു. സഭയിൽ വലിയൊരു ആത്മീക ഉണർവിനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് താൻ എന്ന ഒരു വലിയ ബോധ്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ പീഡനങ്ങളോ ഒന്നും ദൈവഹിതത്തിന് എതിരായി നിൽക്കുവാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അധികാരവും സുഖലോലുപതയും കൈയാളുന്നതിന് പകരം ആദിമ സഭയുടെ പ്രവർത്തന ശൈലി തങ്ങളിലൂടെ തുടരണം എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങളിലെത്തി ദിവസേന 3-4 പ്രസംഗങ്ങൾ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ തൻ്റെ ആയുഷ്കാലം കൊണ്ട് 40,000-ലധികം പ്രസംഗങ്ങൾ പ്രസംഗിച്ചതായി കരുതപ്പെടുന്നു. താൻ പ്രസംഗിക്കുക മാത്രമല്ല, അനേകരെ പ്രസംഗത്തിനായി അദ്ദേഹം ഫലമേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇംഗ്ലണ്ടിൽ ആകമാനം വലിയ ആത്മീക ഉണർവിൻ്റെ കാരണമായി ജോൺ വെസ്ലി തീർന്നു. ജോൺ വെസ്ലിയുടെയും മറ്റും പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് അനേകർ വിശ്വാസത്തിലേക്ക് വന്നു. മാത്രവുമല്ല, ജോൺ വെസ്ലിയുടെ സഹോദരൻ ചാൾസ് വെസ്ലി ആയിരക്കണക്കിന് ഗാനങ്ങൾ എഴുതി ആത്മീക ഉണർവിന് ആക്കം കൂട്ടി. ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഈ ആത്മീക ഉണർവ് കത്തിപ്പടരുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. ജോൺ വെസ്ലിയുടെ തുടർന്നുള്ള കാലഘട്ടം ഇംഗ്ലണ്ടിലും മറ്റ് രാജ്യങ്ങളിലും വലിയ ആത്മീക ഉണർവിൻ്റെ കാലഘട്ടമായി കരുതപ്പെടുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ മൂലം അദ്ദേഹത്തിന് ദൈവവചനം പ്രസംഗിക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും വളരെ പ്രത്യാശയോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ അന്ത്യനാളുകൾ ചെലവഴിച്ചത്.
മരണക്കിടക്കയിൽ വച്ച് ചുറ്റും കൂടി നിന്നവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രശസ്തമാണ്. എല്ലാത്തിലും വലിയ കാര്യം ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 1791 മാർച്ച് മാസം 2-ാം തീയതി ദൈവം തന്നെ ഫരമേൽപ്പിച്ച ആത്മീക ഉണർവിൻ്റെ വേല തികച്ച് ആ ഭക്തൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. ഇന്നും സഭയിലും സംഘടനകളിലും ആത്മീകമായ മൂല്യച്യുതികൾ സംഭവിക്കുമ്പോൾ പ്രത്യാശയുടെ ഉണർവിൻ്റെ ഒരു തിരിനാളമായി ജോൺ വെസ്ലിയുടെ ജീവചരിത്രം നിലകൊള്ളുന്നു.